ഇനി നമുക്ക് പഠിക്കാനുള്ള പോമാണ് ഡോർസ് ഓഫ് ഡെയറിംഗ് ബൈ ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ. എന്താല്ലേ പേര്? ഒരു പേര് എന്ന് പറഞ്ഞ സ്റ്റൈലാണ് അല്ലേ. ആദ്യം ഇവിടെ കാണുന്നുണ്ട് ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ. ഓക്കെ, അച്ഛൻ്റെ പേരായിരിക്കും ഹെൻറി വാൻ ഡൈക്ക്, അപ്പം മോൻ്റെ പേര് ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ. ഓക്കെ, അപ്പോൾ ഡോർസ് ഓഫ് ഡെയറിംഗ്. ഡെയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ധൈര്യത്തോടെ ഡെയറിംഗ് ആണ്, അവൻ ഡെയറിംഗ് ആണല്ലേ, അവൻ ഫുൾ ഡെയറിംഗ്, ഫുൾ ധൈര്യത്തിലാണ് അല്ലേ. ഡോർസ്, അപ്പോൾ അതിൻ്റെ അതിൻ്റെ വാതിലിനെ പറ്റി പറയാം. ഓക്കെ, ഇവിടെ 1, 2, 3 സ്റ്റാൻഡേ ഉള്ളൂ കേട്ടോ. 3 സ്റ്റാൻഡേ ഉള്ളൂ. എന്തൊരു ബ്രേവറിനെ പറ്റിയിട്ടല്ലേ, ഒരു ബ്രേവറി, ഭയങ്കര അതിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് അല്ലേ. നേച്ചറിൻ്റെ ബ്യൂട്ടിയൊക്കെ നമ്മൾ കഴിഞ്ഞ പോയതിൽ കണ്ടു. ഇത് വേറെ എന്തോ ആണ്, നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ തീം എന്താണ്? തീം എന്താണ്? ഒരു തീയൊക്കെ ഉണ്ടല്ലേ, നോക്കാം. The poem Doors of Daring by Van Dyke Jr. എന്താണ്? എന്ത് വാൻ ഡൈക്ക് ജൂനിയർ ആണ്? ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ എൻകറേജസ് എന്താണ്? കറേജ്, ധൈര്യം, ഡിറ്റർമിനേഷൻ. നമ്മൾ തീരുമാനിച്ചൊരു കാര്യം ചെയ്യുന്നതിനാണ് ഡിറ്റർമിനേഷൻ എന്ന് പറയാ. ആൻഡ് എക്സ്പ്ലോറേഷൻ, നമ്മൾ ഓരോ കാര്യം കണ്ടുപിടിക്കണം, കണ്ടെത്തണം. It teaches us that obstacles are not barriers but opportunities. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം വന്നാൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അവസരമാണ് നിങ്ങളുടെ ധൈര്യം കാണിക്കാൻ, നിങ്ങളുടെ ബ്രേവറി കാണിക്കാൻ. ഓക്കെ, റെഡി? ഇന്നിപ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ നെറ്റ് പോയാൽ നിങ്ങളവിടെ സാഡായിട്ട് അയ്യോ ഇനി ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല, എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെയാണോ വരിക? അല്ല, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഒന്നെങ്കിൽ റീചാർജ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ വഴി കണ്ടുപിടിക്കണം. സ്വന്തം പഠിക്കാനോ ബുക്ക് എടുക്കാനോ നോട്ട്സ് എടുക്കാനോ അതൊക്കെ മേലെ നിങ്ങൾ ബുദ്ധി കാണിക്കണം, ബുദ്ധി ഉപയോഗിക്കണം, ബ്രേവറി, കറേജ്, അതാണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾ പോയിട്ട് അടി ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ പട്ടാളത്തിൽ പോകണമെന്നോ അങ്ങനെയല്ലേ പറയുന്നത്. എല്ലായിടത്തും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി, ഇതൊരു അവസരം, നിങ്ങൾ അത് ചാലഞ്ചായിട്ട് എടുക്കണം. ഓക്കെ, ഇൻസ്പയറിംഗ് us to face challenges fearlessly. പേടിക്കാതെ ചാലഞ്ച് ഫേസ് ചെയ്യുക, ലിമിറ്റേഷൻസ് അതൊക്കെ കഴിഞ്ഞ് സക്സസ്സിലേക്ക് നമ്മൾ പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇതിനൊരു സമ്മറി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സമ്മറിൻ്റെ ഹെഡിങ് ഞാൻ കൊടുക്കാം. നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. ഈ പോയം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. ഓക്കെ, സിമ്പിൾ പോം, 3 സ്റ്റാൻസ. എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി? ദ മൗണ്ടൻസ് എന്ന് പറയില്ല കേട്ടോ. മൗണ്ടൻസ് നമ്മൾ കറക്റ്റ് 7ാം ക്ലാസ്സിലാകുമ്പോൾ നമ്മൾ കറക്റ്റ് ഇംഗ്ലീഷ് പഠിച്ച് സെറ്റ് ആവണം. ദ മൗണ്ടൻസ് ദാറ്റ് എൻഫോൾഡ് ദ വെയിൽ. മക്കളെ, വെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിൽ എന്ന് പറയുമ്പോൾ ഇത് VAIL എന്ന് പറഞ്ഞ വെയിലുണ്ട്. ഓക്കെ, സോറി, VAIL VEIL എന്ന് പറഞ്ഞ വെയിലുണ്ട്. അത് ഈ കല്യാണത്തിന് ക്രിസ്ത്യൻ ബ്രൈഡ്സ് ഒക്കെ ഇടുന്ന തലയിലിടുന്ന സാധനം, കൊതുകിനെറ്റ് പോലെ സാധനം. ഓക്കെ, ഇതെന്താണ് വെയിൽ? വാലി എന്ന് പറയുമ്പോൾ മക്കളെ 2 മലകളുണ്ട്, 2 മല. നിങ്ങൾ എപ്പോഴും മക്കളെ ഇത് സംഭവം ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഈ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ 2 വലിയ മല. ഓക്കെ, 2 വലിയ മല. ഓക്കെ, ഒരു സൂര്യൻ അതിൽ നിന്ന് ഇങ്ങനെ സൂര്യകിരണങ്ങൾ ഓക്കെ നിങ്ങൾ വരുന്നു. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? ഒരു നദി പോലെ ഇങ്ങനെ വരുന്നു അല്ലേ, വലുതായി വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു വീട്. ഓക്കെ, ആ വീട്ടിൽ കുറച്ച് ഇവിടെ ഒരു ജനലുണ്ടാവും. ഓക്കെ, ഒരു ജനലുള്ളൂ. ഓക്കെ, ഒരു ഡോർ ഉണ്ടാവും. പിന്നെ ഒരു കിളിക്ക് പോകാൻ വേണ്ടി ഒരു ഓട്ട ഉണ്ടാവും. ഓക്കെ, ഇത്രയുണ്ട്. ആ വീട്ടിലേക്ക് മാത്രം ഒരു അടിപൊളി വരി. ഓക്കെ, ഒരു ഫുൾ ഹൈവേ എക്സ്പ്രസ് ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനമാണ്. ഓക്കെ, അവിടെ പിന്നെ ഭീകരസാണ് എന്താ ഐസ് ഉരുക്കിയിട്ടാണ് ഇവിടെ നിന്ന് വെള്ളം വരുന്നത്. ഇതിനെയാണ് നമ്മൾ വിളിക്കുക ഈ സാധനം. ഇതാണ് വാലി. ഓക്കെ, 2 മലകളുടെ ഇടയ്ക്ക് കൂടെ ഉള്ളൊരു എന്താണ് റിവർ. ഇത് ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ വരച്ചിട്ടുണ്ട്. എനിക്കറിയാം, നിങ്ങളുടെ ഫോട്ടോ ഞാൻ കോപ്പിച്ച അത്ര ഒരു സംഭവം. ഇതാണ് മക്കളെ വാലി, അഥവാ ഇവിടെ നമ്മൾ വിളിക്കുന്ന വെയിൽ. ഓക്കെ, ആ വാലിക്ക് നമ്മളൊന്ന് ഷോർട്ട് ഫോം ആക്കിയതാണ് വെയിൽ. ഓക്കെ, ദ മൗണ്ടൻസ് ദാറ്റ് എൻഫോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറയുക? സറൗണ്ട്, ചുറ്റുമുള്ള മക്കളെ നമ്മുടെ വാലി അല്ലെങ്കിൽ തോട്, അതിന്റെ ചുറ്റുമുള്ള മലകൾ വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ്. മക്കളെ നമ്മുടെ നിലത്തിടുന്ന ഗ്രാനൈറ്റ് മാർബിളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഈ മലകളിൽ നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഗ്രാനൈറ്റിന്റെ മലകളാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റീപ്പ്, കുത്തനെ, അങ്ങനെ സ്റ്റീപ്പാണ്, ഇങ്ങനെ കയറുമ്പോൾ സ്റ്റീപ്പാണ്, സ്റ്റീപ്പ് ആൻഡ് ഹൈ, കുത്തനെയാണ്, മേലേക്ക് പോകുന്നു. ഓക്കെ, ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫുട്ട്. മക്കളെ, പേടിയില്ലാത്ത കാലിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇതെന്താ ഹവാക്കറിന്റെ പരസ്യം? ഇല്ല മക്കളെ, ഫിയർലെസ് ഫുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിയർലെസ് ഫുട്ട് എന്ന് പറഞ്ഞാൽ ഫിയർലെസ് എന്ന് പറയുമ്പോൾ ഫിയർ ഇല്ല, ഭയമില്ലാത്ത, പേടിത്തൊണ്ടന്മാരല്ലാത്ത ഫുട്ട്, കാലുകൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ കാൽപാദങ്ങളെ ഉദ്ദേശിക്കുന്നത്. പേടിയില്ലാത്തവർ ആരൊക്കെ ഇവിടെ ഉള്ള ഒരു ഫയർ ഇമോജിട്ടെ? പേടിയില്ലാത്ത കാലിനോട് ചോദിക്കുക, എടാ നിങ്ങൾക്ക് പേടിയുണ്ടോ? അങ്ങനെയല്ല, നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയില്ലാത്ത കാലുണ്ട്, നിങ്ങൾ അതിൽ നടക്കാൻ റെഡിയാണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേടിയില്ലാത്തവരൊക്കെ എന്താണ് നടക്കാൻ വരിക? സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കയറാൻ. ഓക്കെ, കയറാൻ, ക്ലൈംബ് ചെയ്യാൻ. ഓക്കെ, ക്ലൈംബ്. ഓക്കെ,
their stairway, അവർക്ക് എന്താണ് ഒരു സ്റ്റെയർ കേസ് ഉണ്ടല്ലേ ഇങ്ങനെ അങ്ങനെ സ്റ്റെയർ കേസ് ഉണ്ട്, ഇങ്ങനെ സ്റ്റെയർ കേസ് ടുവേർഡ്സ് ദ സ്കൈ. അപ്പൊ ഇവിടെ കുറെ മീനിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇവിടെ കുറെ മീനിങ്സ്. മൗണ്ടൻ ദാറ്റ് എൻഫ്ലോൾ ദ വാലി. ഓക്കെ, ഇവിടെ മൗണ്ടൻ ഉദ്ദേശിക്കുന്നതാണ് എന്തെങ്കിലും ചാലഞ്ച്, ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെ എന്തെങ്കിലും ചാലഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അതെന്താണ് സ്റ്റീപ്പ് ആൻഡ് ഹൈ. മക്കളെ നമുക്ക് ഇത് ഭയങ്കര സ്റ്റീപ്പ് ആൻഡ് ഹൈ ആണെങ്കിലും കുത്തിനെയാണെങ്കിൽ എന്താ ഡിഫിക്കൽട്ട് അല്ലേ, അത് ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. സോ സിമ്പിൾ അല്ല. എടോ ഇങ്ങനെ പാടത്ത് നടക്കുന്ന പോലെ റോഡിൽ കൂടെ നടക്കുന്ന പോലെ ബുദ്ധിമുട്ടായിരിക്കും, മേലേക്ക് കുത്തനെ കയറേണ്ടി വരും. ഓക്കെ, ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫൂട്ട്. ഓക്കെ, ഫിയർലെസ് പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബ്രേവ് പീപ്പിൾ. ഓക്കെ, ധൈര്യമുള്ള ബ്രേവ് പീപ്പിൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ബ്രേവ് പീപ്പിൾ. ഓക്കെ, അല്ലാതെ നിങ്ങളുടെ കാലുകൾ അയക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ പറയുന്നത്. ഓക്കെ, their stairway towards the sky. മക്കളെ stairway towards the sky എന്നാണ് journey to success. ഓക്കെ, stairway എന്ന് പറയുമ്പോൾ സ്റ്റെയർ കേസ്, എന്താണ് നമ്മുടെ സ്റ്റെപ്പുകൾ. ടുവേർഡ്സ് സ്കൈ, സ്കൈ എന്ന് പറയുമ്പോൾ നമ്മുടെ എപ്പോഴും ഗോൾ അല്ലേ, അപ്പം ജേർണി ടുവേർഡ്സ് ഗോൾ. അപ്പം നിങ്ങൾ പേടിയില്ലാത്തവർക്ക് നിങ്ങളെ ജേർണി ടുവേർഡ് ഗോൾ, നിങ്ങളുടെ എന്താണ് സ്വപ്നത്തിലേക്കുള്ള വഴിയിലേക്ക് പോകാം, അതാണ് പറയുന്നത് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ട പോലെ നിങ്ങൾ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് ദ റെസ്റ്റ്ലെസ്. റെസ്റ്റ് ഇല്ലാത്ത, നിങ്ങൾക്ക് നല്ല റെസ്റ്റ് കിട്ടാറില്ലേ? ഉണ്ട്, എനിക്കറിയാം. ഡീപ്പ് നല്ല ആഴമുള്ള. ഡിവൈഡിങ് സീ, താഴേക്ക് പോകുന്ന നമ്മുടെ എന്താണ് സമുദ്രം. ദാറ്റ് ഫ്ലോസ് ആൻഡ് ഫോംസ്. ഫോം എന്ന് പറഞ്ഞാൽ പത. ഓക്കെ, പതയായിട്ട് വരില്ല. ഫോംസ് എന്ന് പറയുമ്പോൾ എന്താണ് ബബിൾസ്, പത വരുന്ന അല്ലെങ്കിൽ ബബിൾസ്. ഓക്കെ, ബബിൾസ് ഫ്രം ഷോർ ടു ഷോർ. മക്കളെ കര മുതൽ കര. ഷോർ എന്ന് പറഞ്ഞാൽ കര, അറിയാലോ, നമ്മുടെ ലാൻഡ്. ഓക്കെ, ലാൻഡ്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ കുറച്ച് കരയുണ്ട്, ദുബായിലാണ്, ഇവിടെ എന്താണ് സമുദ്രമുണ്ട്, ഇവിടെ സമുദ്രമുണ്ട്. കര മുതൽ കര പോലെ പോകുന്ന എന്താണ് ഇതിനെ ഡിവൈഡ് ചെയ്യല്ലേ മക്കളെ. ഇത് ഇന്ത്യ എന്ന് വിചാരിച്ചോ, ഇത് നമ്മുടെ ഗൾഫാന്ന് വിചാരിച്ചോ, ഗൾഫ് അല്ലെങ്കിൽ ശ്രീലങ്ക എന്ന് വിചാരിച്ചോ, അതിനെ ഡിവൈഡ് ചെയ്യല്ലേ, നമ്മുടെ വേർപിരിച്ചു അല്ലേ. അത് റെസ്റ്റ് ഇല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും സമുദ്രം കിടന്നുറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? സമുദ്രം കിടന്നുറങ്ങും ഇല്ല, അത് ഫുൾ എനർജിയിലാണ്, ഫുൾ ഗുടുഗുടു എന്ന് പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അന്നാണ് ഡീപ്പ്, ഭയങ്കര ആഴമുള്ള ഡിവൈഡിങ് സീ ദാറ്റ് ഫ്ലോസ് ബിറ്റ്വീൻ ഷോർ ടു ഷോർ. ഒരു രാജ്യത്തിനെയും മറ്റു രാജ്യത്തിനെ അടിക്കുന്ന ഇങ്ങനെ ഒഴുകി പോകുന്ന ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ് നമ്മുടെ സീ. ഓക്കെ, കോൾസ് ഇറ്റ്. ഓക്കെ, അപ്പൊ അത് വിളിക്കുകയാണ്, ആ സീ നമ്മളെ വിളിക്കുകയാണ്, ആ ഫോണിൽ വിളിക്കുക. റോങ് നമ്പർ അല്ല, എന്താണ് ടു ഇറ്റ്സ് സൺബേൺ ഷിവൽറി. സൺബേൺ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നിങ്ങൾ കുറേ നേരം വെയിലത്ത് പോയിരുന്നാൽ നിങ്ങൾക്ക് സ്കിന്നിലൊക്കെ ചിലപ്പോൾ എന്താണ് കുറച്ച് റിയാക്ഷൻ വരില്ലേ, വെയിൽ കാരണം. അതാണ് സൺബേൺ. അപ്പം സൺബേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ സുഖമായിട്ട് ഡെയിലി റൂട്ടീനൊക്കെ ചെയ്ത് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ അല്ല, നിങ്ങളെന്താണ് ധൈര്യത്തോടെ പുറത്ത് വന്ന് കഷ്ടപ്പെടാൻ റെഡി ആയിരിക്കണം, അങ്ങനത്തെ ആൾക്കാരാണ്. എന്താണ് ഇത്? ചിവലാറിയാണോ? ചിവലാറി അല്ല, ഷിവൽറി. എന്താണ് നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എന്താണ്? ഷിവൽറി. ഓക്കെ, ഷിവൽറി. ഓക്കെ, ഷിവൽറി ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ശിവാനി എന്നല്ല, ഷിവൽറി കേട്ടോ, ഷിവൽറി. ഓക്കെ, ഷിവൽറി എന്താണ്? കറേജ്, ധൈര്യം, ഓണർ. ഓക്കെ, റെസ്പെക്ട്, നോബിൾ ബിഹേവിയർ, നല്ല സ്വഭാവം. ഓക്കെ, എന്താണ്? ശൂരത്വം അഥവാ വീരത്വം. ആ സ്വഭാവത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇറ്റ് ഇസ് കോൾഡ് ഷിവൽറി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? സൺബേൺ, വെയിലത്തിരുന്ന് കഷ്ടപ്പെടാനുള്ള ആ വീരത്വം കാണിക്കണം. ഓക്കെ, പുഷ് ഔട്ട്, സെറ്റ് സെയിൽ, എക്സ്പ്ലോർ. നമ്മളൊരു സമുദ്രത്തിന് മേലെയാണ്, അപ്പൊ എന്താണ് നമ്മൾ അവിടെ ഇരുന്നിട്ട് എന്താണ്? പുഷ് ഔട്ട്, മുമ്പോട്ട് ഉന്താൻ തള്ളാൻ വേണ്ടിയിട്ട് പുഷ് ഔട്ട്. സെറ്റ് സെയിൽ, നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്, പറന്നല്ല ഒഴുകി പോകാൻ പോവാണ്. എക്സ്പ്ലോർ, നമ്മൾ എന്താണ് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത് ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറയാണ്. ഓക്കെ, അതാണ് പറയുന്നത് ഇവിടെ. സീ എന്നുള്ളൊരു പവർഫുൾ ഇമേജ് തന്നിട്ട് നമ്മളോട് അത് പോയിട്ട് അങ്ങ് കോൺകർ ചെയ്യാൻ പറയുന്നു, നമ്മളത് ഫേസ് ചെയ്യണം, നമ്മുടെ പ്രോബ്ലംസ് ആണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ആൻഡ് ലാസ്റ്റ് ആയിട്ട് പറയുന്നു. ഓക്കെ, ലാസ്റ്റ്. അപ്പൊ നമ്മുടെ മൗണ്ടൻ പറഞ്ഞു, നമ്മുടെ സീനെ പറ്റി പറഞ്ഞു. ഓക്കെ, ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വറി. ഓക്കെ, വറി, നമ്മളെന്താ ടെൻഷൻ അടിക്കില്ലേ, വറി. ഓക്കെ, വറി. മക്കൾ എന്താണ് ഈ ബാർ എന്ന് പറയുന്നത്? നമ്മളെന്താണ് വെള്ളം അടിക്കാൻ പോകുന്ന ബാറാണ് സിനിമയിലൊക്കെ കാണുന്നത്? അല്ല, ഇവിടെ ഈ ബാർ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? നമ്മുടെ മുൻപിൽ ഇങ്ങനെ തടസ്സമായി നിൽക്കുന്നു. ഓക്കെ, നിങ്ങളൊരു ജയിലൊക്കെ കാണുന്നുണ്ട്, ജയിൽ സിനിമയിലൊക്കെ നമ്മൾ കാണാറില്ല അല്ലേ? എന്താണ് ജയിൽ? അതിലിങ്ങനെ ഇതുണ്ടാവില്ല, ഇങ്ങനെയല്ലേ ജയിൽ ഉണ്ടാവുക, അതിൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ടാവും അല്ലേ, സാഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, സാഡായിട്ട് നിൽക്കുന്നുണ്ടാവും. ഇതാണ് ജയിൽ അല്ലേ? ഇത് ജയിലിൽ നമുക്ക് കാണാൻ പറ്റും ബാറുകൾ അല്ലേ, ബാർസ്. അപ്പോൾ ജയിലിലെ ബാറുകൾ, ആ ബാർ. ഓക്കെ, അതെന്താണ് ഇവിടെ? ഓൺ ഓൾ ദ ബാർസ് അറ്റ് ദി ഫ്രണ്ട്. അപ്പോൾ നമുക്ക് ലൈഫിൽ നിങ്ങളൊരിക്കലും ജയിലിൽ ബാർ കാണാനില്ല അല്ലേ? പക്ഷെ എന്താണ് പറയുന്നത് ഇവിടെ? ബാർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒബ്സ്റ്റക്കിൾസ്. ഓക്കെ, ബുദ്ധിമുട്ടുകൾ, ഒബ്സ്റ്റക്കിൾസ് അഥവാ ചാലഞ്ച്. നമ്മുടെ മുൻപിൽ ഇങ്ങനെ നമ്മളെ തടസ്സമായിട്ട് നിൽക്കുന്ന സാധനങ്ങളില്ല. ഇതാ ഇയാളുടെ മുൻപിൽ ഇപ്പം ജയിലിലായതുകൊണ്ട് തടസ്സമായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഓരോ വറി ചെയ്യുന്ന സാധനങ്ങൾ. ഓക്കെ, ദാറ്റ് സീം ടു പ്രിസൺ ആൻഡ് കൺട്രോൾ.
നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ, അയ്യോ നാളെ എക്സാം ഉണ്ട് എന്താ ചെയ്യുക, നമ്മളിങ്ങനെ പ്രിസണർ, നമ്മളൊരു ജയിലിൽ ഒരാളെ പോലെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നില്ലേ, അതെന്താണ്? അത് ശരിക്കും പറഞ്ഞാല് ജയിലല്ല, അത് നിങ്ങളുടെ തടസ്സമല്ല, ആർ ഡോർസ് ഓഫ് ഡെയറിങ്. അതെന്താണ് ഡോർസ് ഓഫ് ഡെയറിങ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ എന്താണ് ഓപ്പർച്യൂണിറ്റി, ഒരു ചാൻസ് ആണ്. എന്തിന്? മക്കളെ, നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് എക്സാം വരുമ്പോൾ നിങ്ങളത് പേടിപ്പിക്കാനോ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ വേണ്ടിയുള്ള സാധനമാണോ? നിങ്ങൾ കൺട്രോൾ ചെയ്യാനാണോ? അല്ല, ഓപ്പർച്യൂണിറ്റി ടു സക്സീഡ്. ഓക്കെ, നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ആണ്. അതൊരു ഒബ്സ്റ്റക്കിൾ അല്ല, ബുദ്ധിമുട്ടല്ല, നിങ്ങൾക്ക് നേരിട്ട് ജയിക്കാനുള്ള ഒരു ചാൻസ് ആണ്. നിങ്ങൾ ഇംഗ്ലീഷ് എക്സാമിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് എക്സാം വരുമ്പോൾ നിങ്ങൾ ഞാൻ തോറ്റു, ഞാൻ നിർത്തിയണോ? ഇല്ല, നിങ്ങൾ പഠിക്കും, നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കും, ഒരുമിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ആണ്. ഓക്കെ, സെറ്റ് അജാർ ബിഫോർ ദ സോൾ. എന്താണ് മക്കൾ അജാർ? അച്ചാർ അല്ല കേട്ടോ, ഇതെന്താണ് അജാർ. അജാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചാരി ഇട്ട ഡോർ ഉണ്ടാവും. സി, ഇതൊരു ഡോറാണെന്ന് വിചാരിച്ചോ, ആ ഡോറ് മൊത്തം അടച്ചില്ല അല്ലേ? നമ്മൾ വാതിൽ നിങ്ങളുടെ പേരൻസ് ഒക്കെ പറഞ്ഞില്ല, കുറച്ച് തുറന്നിടാൻ പറയില്ല, അതേപോലെ തന്നെ ഇത് ഡോറാണെന്ന് വിചാരിച്ചോ, കുറച്ച് ഇങ്ങനെ തുറന്നിടും. ഓക്കെ, ഇങ്ങനെ കുറച്ച് തുറന്നിടില്ലേ, ഇതിനാണ് ഡോർ അജാറായിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? സ്ലൈറ്റ്ലി ഓപ്പൺ. ഓക്കെ, സ്ലൈറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ഡോർ. ഓക്കെ, കുറച്ച് ഞാൻ ചാരി വെക്കില്ല, തുറന്നില്ല അടച്ചില്ല എന്നുള്ള പോലെ സ്ലൈറ്റ്ലി ഓപ്പൺ ഡോർ. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മുടെ ആത്മാവിന്റെ മുമ്പ് എന്താണ്? നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഡോർ ഇങ്ങനെ ചെറുതായിട്ട് തുറന്നിട്ടുണ്ട്. നിങ്ങളത് എക്സാം ഒരു മോശം കാര്യമായിട്ട് കണ്ടാൽ സാടായിരിക്കും, പക്ഷെ എക്സാമിൽ നിങ്ങൾക്ക് A+ മേടിക്കാൻ എക്സാമിനറോട് ഒരു ചാൻസ് കാണുന്നുണ്ടെങ്കിൽ അതൊരു ചാൻസ്, ഡോർ ഓഫ് ഡെയറിങ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ചാൻസ് ആണ്. ജയില് പോലെ അടച്ചിരിക്കുകയല്ല, നിങ്ങളുടെ വീരത്വം കാണിക്കാനുള്ള ഒരു ചാൻസ് ആണ്, ഓപ്പർച്യൂണിറ്റി ആണ്. ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ക്രിസ്റ്റൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യുക. കമോൺ, ഇതാണ് ഈ പോയം പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡോർ ഓഫ് ഡെയറിങ്. നമ്മുടെ ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ പറയുന്നു. ഓക്കെ, ഇതിന്റെ പോയം അപ്രീസിയേഷൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ വായിക്കുക, ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ പോയറ്റിക് ഡിവൈസ്, എന്തൊക്കെയാണ് പോയത്തിൽ ഉപയോഗിച്ച് പോയറ്റിക് ഡിവൈസ്, മെറ്റഫർ കാണും. എവിടെയാണ്? stairway to the sky. മക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്റ്റെയർ കേസ് ഇങ്ങനെ സ്റ്റെപ്പുകൾ ആകാശത്തിലേക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആകാശം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്നാണ് സക്സസ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരിക്കലും സ്റ്റെയർ കേസ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആകാശത്തേക്ക്, അടുത്ത ഫ്ലോറിലേക്ക് ഉണ്ടാവും. ഓക്കെ, പെർസോണിഫിക്കേഷൻ. ഇവിടെ ജീവനായിട്ട് എന്താണ് കാണിക്കുന്നത്? മക്കളെ സമുദ്രത്തിന് റെസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. മക്കളെ, സമുദ്രത്തിന് റെസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് അത് ശരിയാവോ? മക്കളെ, മനുഷ്യർക്കാണ് റെസ്റ്റ് വേണ്ടത്, മനുഷ്യർക്ക് റെസ്റ്റ് വേണം, സമുദ്രത്തിന് വേണ്ട. അപ്പോൾ ഇവിടെ സമുദ്രത്തിന് റെസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പെർസോണിഫിക്കേഷൻ. ഓക്കെ, റെഡി? സിമ്പിൾ. ഇവിടെ ഒരു സിമ്പിൾ ഉണ്ട്. എന്താണ് ഒരു സിമ്പിൾ ആയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ, ഒബ്ജക്ട്സ് നോക്കിയേ. ഇവിടെ ഡോർസ് ഓഫ് ഡെയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡോർ എന്ന് പറയുന്നത് ചാലഞ്ച് ആണ്, പക്ഷെ എന്താണ്? ഓപ്പർച്യൂണിറ്റി അല്ലേ? ആ ഡോർസ് ഓഫ് ഡെയറിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ഡോർ തുറന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. നിങ്ങളുടെ മരത്തിന്റെ ഡോറാണോ? അല്ല. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ആണെന്ന് കാണിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഇനി ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ അലിട്രേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അലിട്രേഷൻ എവിടെയാണ് കാണുന്നത്? ഫ്ലോ ഫോം ഫ്രം, ഫാഫ സൗണ്ടും ഉണ്ട്, അതേപോലെ എസ്, ഷോർ ടു ഷോർ. കണ്ടോ? ഫാഫ ഫ്ലോ ആൻഡ് ഫോം ആൻഡ് ഫ്രം അതുണ്ട്. ഷോർ ടു ഷോർ ഷാ സൗണ്ട് ഉണ്ട്. വേറെ എന്തുണ്ട്? പുഷ് ഔട്ട് ആൻഡ് സെറ്റ് സെയിൽ. ഓക്കെ, സെറ്റ് സെയിൽ സാ സൗണ്ട് റിപ്പീറ്റ്. ഓക്കെ, അതുണ്ട്. പിന്നെ ഇമേജറി ഉണ്ട്. റൈം സ്കീം നമുക്ക് നോക്കാം. കോൺട്രാസ്റ്റ് ഒക്കെ നിങ്ങൾ എഴുതി വെച്ചൊരു എക്സ്ട്രാ സാധനമാണ്. കോൺട്രാസ്റ്റ് തന്നെ ഭയങ്കര വ്യത്യാസമുള്ള ഓപ്പോസിറ്റ് കാര്യങ്ങൾ അടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഇവിടെ ബാർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ആ ബുദ്ധിമുട്ടുകൾ, അതേപോലെ എന്താണ്? പക്ഷെ അത് ശരിക്കും എന്താണ്? ഡോറുകൾ ശരിക്കും ഡോറാണ്, ഓപ്പർച്യൂണിറ്റി, ബാറുകളല്ല ശരിക്കും. ഇനി റൈം സ്കീം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഒരു പോയം ഏതെങ്കിലും സ്റ്റാൻസ് എടുത്ത് ഈ സ്റ്റാൻസ് എടുക്കാം. നോക്കിയേ, വേൽ എ നമുക്ക് കൊടുക്കാം. എ, വേലും ഹൈയും തമ്മിലൊരു ബന്ധമല്ല. വേല് ഹൈ ഇല്ല. അപ്പൊ ബി. സ്കെയിൽ, സ്കെയിലും വേലും ഒരേപോലെ ഉണ്ട്. അപ്പൊ A സ്കൈയും ഹൈയും തമ്മിൽ ബന്ധമുണ്ട്. അപ്പൊ A B അഗ്രി ചെയ്യുന്നുണ്ട്. എല്ലാവരും കമന്റ്സിലും ചാനൽ A B ഇട്ടേ. A B. ഓക്കെ, അപ്പൊ A B തന്നെയാണ് നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത്. A B അത്രയുള്ള സംഭവം. ഓക്കെ, അപ്പൊ പോയത്തിന്റെ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പോയം അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയറ്റിക് ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും കൂടി കഴിഞ്ഞാൽ പോയം ഇസ് 100% സെറ്റ്. ഇനി ഒരിക്കലും പേടിക്കേണ്ട, ആ ലൈക്ക് അടിക്കാം. ഓക്കെ, ആ ലൈക്ക് ബട്ടൺ എല്ലാവരും അടിക്കാം. കം ഓൺ. ഹൗ ഡു ദ മൗണ്ടൻസ് എൻഫോൾഡ് ദ വെയിൽ? മൗണ്ടൻസ് എങ്ങനെയാണ് നമ്മുടെ വാലി, നമ്മുടെ ആ ഒരു പുഴയെ എങ്ങനെയാണ് കവർ ചെയ്യുന്നത്, സറൗണ്ട് ചെയ്യുന്നത്? ഓക്കെ, ചുറ്റും വരുന്നത്. ദ മൗണ്ടൻസ് സറൗണ്ട് ദ വാലി ലൈക്ക് പ്രൊട്ടക്റ്റീവ് വാൾസ് അല്ലേ? വലിയൊരു മല ഉണ്ട്, ഇവിടെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത്. അപ്പം എന്താണ്? വലിയ മല ഭിത്തികൾ പോലെ ഉണ്ട്. ഓക്കെ, എൻക്ലോസർ, ഇങ്ങനെ ഒരു ചാലഞ്ച് പോലെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ,
വൈ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ മൗണ്ടൻസ് ആൻഡ് സ്റ്റെയർ കേസ് ടു ദ സ്കൈ? മൗണ്ടൻസ് കയറി ബുദ്ധിമുട്ടുകളിലൂടെ കയറി നിങ്ങൾ സക്സസ് എത്തുന്ന പറയുന്നത്. ദ പോയറ്റ് കമ്പയർസ് ദ മൗണ്ടൻ ടു എ സ്റ്റെയർ വേ ടു ദ സ്കൈ ബിക്കോസ് ദേ റൈസ് ഹൈ. അല്ലെ, മുകളിലേക്ക് പോകേണ്ട ലൈഫിൽ. ഇൻസ്പയറിംഗ് പീപ്പിൾ ടു ക്ലൈംബ് ആൻഡ് റീച്ച് ഗ്രേറ്റർ ഹൈറ്റ്സ്. എല്ലാവരും മേലേക്ക് കയറി സക്സസ്ഫുൾ ആവാനാണ് പറയുന്നത്, ബോത്ത് ഫിസിക്കലി ആൻഡ് മെറ്റഫോറിക്കലി. അവിടെ സ്റ്റെയർ കേസ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്, ലൈഫിലെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എന്താണ് ഓവർകം ചെയ്യണം എന്നാണ് പറയുന്നത്. വാട്ട് ഡസ് ദ പോയിറ്റ് മീൻ ബൈ സൺബേൺഡ് ഷിവൽറി? ആ മക്കളെ, വെയിലത്ത് പോയെന്ന് കരഞ്ഞോണ്ട് കാര്യമുണ്ടോ? അതല്ല ഉദ്ദേശിക്കുന്നത്. സൺബേൺ ഷിവൽറി റെഫേഴ്സ് ടു ദ ബ്രേവ് സെയിലേഴ്സ്. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ സെയിലർമാരില്ലേ, നമ്മുടെ ഈ ബോട്ടിൽ പോകുന്നവർക്ക് അവർക്കെന്താ റെസ്റ്റ് ഇല്ല, അവർക്കെന്താ തണലൊന്നും ഇല്ല, അവരെന്താണ് ബ്രേവ് സെയിലർ. നമ്മുടെ സമുദ്രത്തിലാണ് നടക്കുന്നത് കേട്ടോ, ബ്രേവ് സെയിലേഴ്സ്, തോണിയിലുള്ള ബ്രേവ് ആൾക്കാർ ആൻഡ് എക്സ്പ്ലോറേഴ്സ് ഹു ഫേസ് ദ സൺ. അല്ലെ, സണ്ണുണ്ട് ആൻഡ് കറേജസ്. ഷിവൽറി എന്ന് പറയുമ്പോൾ എന്താണ്? വീരത്വം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ, വീരത്വം ആൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയുള്ള അതാണ് കാണിക്കുന്നത് കേട്ടോ. അതാണ് അടുത്തെന്താണ്? വിച്ച് ലൈൻസ് ഓഫ് ദ പോയം സജസ്റ്റ് വി ഷുഡ് ട്രീറ്റ് ലിമിറ്റേഷൻസ് ആസ് ഓപ്പർച്യൂണിറ്റീസ്? അല്ലേ, ബുദ്ധിമുട്ടുകളെ അതിനെയൊക്കെ ഒബ്സ്റ്റിക്കിൾസിനെ ഓപ്പർച്യൂണിറ്റീസും ചാലഞ്ച് ആയിട്ട് കരുതേണ്ടത് എവിടെയാണ്? നമ്മുടെ ജയിൽ പോലെയുള്ള ബാറുകളെ നമ്മൾ ഡോർസ് ഓഫ് ഡെയറിംഗ്, ഡോർസ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണേണ്ടത്. ഓക്കെ, അതാണ് അജാർ ബിഫോർ ദ സോൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റാൻഡാണ്. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ കൂടി, ഹൗ ഡസ് ദ പോയിന്റ് വൺ ദ റീഡർ ടു ലുക്ക് അറ്റ് ലൈഫ് ചാലഞ്ചസ്? നിങ്ങളുടെ ലൈഫിലെ ചാലഞ്ചുകളെ വിട്ട് നിർത്തിയോ തോറ്റു എന്ന് സമ്മതിക്കണം എന്നാണോ പറയുന്നത്? അല്ല, അത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണല്ലേ. ദ പോയിന്റ് വാണ്ട്സ് ദ റീഡർ ടു സീ ചാലഞ്ചസ് ആസ് ചാൻസ് ടു ഗ്രോ. വളരാനുള്ളൊരു ചാൻസ്, എക്സ്പ്ലോർ ആൻഡ് അച്ചീവ് സക്സസ് ഇൻസ്റ്റെഡ് ഓഫ് ഫിയറിംഗ് ദം. അത് പേടിച്ചിങ്ങനെ കുത്തിയിരിക്കാനല്ല പറയുന്നത്, അടിപൊളിയായിട്ട് എന്താണ് നിങ്ങൾ പേടിക്കാതെ അത് ഓവർകം ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ.